ഹായ്, ഇന്നൊരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ആമ്പലുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വിഷയം. ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ആമ്പലാണ് വളർത്താൻ നല്ലത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും വീഡിയോയിലേക്ക് കടക്കണക്കാട്ടി മുന്നേ ആരെങ്കിലും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു താമര ആമ്പലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആമ്പലാണ് അവർക്ക് പറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായത്. പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് വിവിപാരസ് വെറൈറ്റീസ്. അപ്പോൾ വിവിപാരസ് വെറൈറ്റീസാണ് അവർക്ക് ഏറ്റവും നല്ലത്, തുടക്കത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത്. അതാവുമ്പോൾ ഇലകളിൽ നിന്ന് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കാനൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും വിവിപാരസ് വെറൈറ്റിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് വിവിപാരസ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. വിവിപാരസ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാനൊരു കാണിച്ചു തരാം. അതെങ്ങനെ ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാം എന്നുള്ളത്. ഇതൊരു വിവിപാരസ് വെറൈറ്റീസാണ്. ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റിയാണ് പർപ്പിൾ ജോയ്. ഇത് ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്, നല്ലൊരു വെറൈറ്റിയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു നോഡ് ഇതാണ് അതിൽ നിന്ന് വരുന്ന തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന നോഡുകൾ എന്ന് പറയുന്നത്. ഈ നോഡ് നോക്കിയിട്ട്, അതായത് ഇതൊരു ചെറിയ ഇലയാണ്. ഇതപ്പോൾ അധികമായിട്ടില്ലേ വല്ല വന്ന് അതിനെക്കാട്ടിയും കുറച്ച് മൂത്ത ഇല ഉണ്ടാവും. ഇതൊക്കെ ഒരു മൂത്ത ഇലയാണ്. ഇത് പറിച്ചെടുത്തിട്ട് ഇത് ഒരു ഇഞ്ച് ഇതിൽ പറിച്ചെടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ കമിഴ്ത്തിയിട്ട് വെച്ചാൽ പുതിയ തൈകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇതും അത്തരത്തിലുള്ളൊരു വാട്ടർ ലില്ലിയാണ്, ലിൻസി വുഡ്. ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റിയാണ് ലിൻസി വുഡ്. അതിൻ്റെ കണ്ടോ, ഇതും ഒരു നോഡുകളാണ്. ഇത് ഇങ്ങനെ എടുത്തിട്ട് മറിച്ചിട്ടാൽ മതി. അപ്പോൾ പുതിയ തൈകൾ ഉണ്ടാകും. ഒരാഴ്ച കൊണ്ട് നമുക്കതിൽ നിന്ന് തൈകൾ മുളക്കുന്ന വെറൈറ്റി നോഡുകളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് തൈകൾ ഉണ്ടാവും. ഇതും അതേപോലത്തെ ഒരു വിവിപാരസ് വെറൈറ്റീസാണ്. ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്ന വെറൈറ്റിയാണ് കിലാർഗോ. ഇതും നല്ലൊരു ഇതാണ്. ഇതിൻ്റെ ഓരോ നോഡുകളും ഇതും കണ്ടോ, ഇതും വിവിപാരസാണ്. ഈ ഓരോ നോഡുകളും കമിഴ്ത്തിയിട്ടാൽ പുതിയ പുതിയ തൈകൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ തൈകളാണ്, ഇല മറിച്ചിട്ട് ഉണ്ടായ തൈകളാണ് ഇത് അതേപോലെ കുഴിച്ചിട്ടതാണത് തൈകൾ ഉണ്ടാവുന്നത്. ഇതൊരു മറ്റൊരു വെറൈറ്റിയാണ്, ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്ന വെറൈറ്റിയാണ്. ഇതും കണ്ട നോഡുകൾ, ഇതും നമ്മൾ ഇതേപോലെ പറിച്ചിട്ട് ഇതേപോലെ കമിഴ്ത്തി വെച്ചാൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ ചെറിയ വിലയുള്ളൂ. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ പ്രൈസാണ്. അപ്പോൾ അതൊക്കെ മേടിച്ച് നട്ടാൽ നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അത് സെയിൽ ചെയ്യാനും നമുക്ക് സാധിക്കും. ഇനി കുറച്ച് വെറൈറ്റികളും കൂടി ഉണ്ട്, അതിൻ്റെ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇസ്ലാം മൊറാഡ, ഇതും ഒരു വിവിപാരസ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള വൈറ്റ് ഡോട്ടോട് കൂടിയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ യെല്ലോ കളറുണ്ട്, സബ്സ്റ്റ്യൂണ്, പിന്നെ കാർലോസ് സൺഷൈന്, അങ്ങനെ പറഞ്ഞിട്ട് 2-3 വെറൈറ്റികളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തുടക്കക്കാർക്ക് പറ്റിയ വിവിപാരസ് വെറൈറ്റികളാണ്. അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവിപാരസ് വെറൈറ്റീസാണ് ഏറ്റവും അനുയോജ്യമായത്. ആമ്പൽ സെയിൽ ചെയ്യാൻ കടന്നു വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെറ്റർ വിവിപാരസ് വെറൈറ്റീസാണ്. ഇലകളിൽ നിന്ന് തൈകൾ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പ്ലാന്റുകളൊക്കെ കൂടുതൽ
പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ബെറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഡിമാൻഡുള്ളൊരു വെറൈറ്റികളാണ് പർപ്പിൾ ജോയി, ലിൻസി വുഡ്, ചോംബോമിയാമോ, സബ്സ്റ്റ്യൂണ്, കാർലോ സൺഷൈൻ. ഇതൊക്കെ പിന്നെ എല്ലേതും ഇതൊക്കെ ഡിമാൻഡുള്ള വെറൈറ്റികളാണ്. ഒരു പുതിയ തുടക്കത്തിൽ വരുന്നവർക്കൊക്കെ ഏറ്റവും പറ്റിയൊരു ബെറ്റർ ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.